കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഈ കുടുംബത്തിൽ ആരാരാണെന്നുള്ളതും ആരാരെ പറ്റിക്കാൻ നോക്കുന്നെന്നും ആരൊക്കെ എവിടെ കള്ളത്തരം കാണിക്കുന്നെന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയാത്തത്ര മണ്ടനൊന്നും അല്ലടാ ഞാൻ. സത്യമല്ലാത്തൊരു കാര്യം മറ്റൊരാൾ എന്നോട് പറഞ്ഞു എന്ന് കരുതി എന്റെ മകൻ ദേവൻ താലി കെട്ടാത്തൊരു പെണ്ണിനെ മരുമകളായി സ്വീകരിക്കാൻ ഞാൻ എന്തിന് തയ്യാറാവണം? വൈദേഹിയാണ് എന്റെ മരുമകള്. പക്ഷേ വിശ്വസിക്കണമെങ്കിൽ ഈ തെളിവ് പോരെന്നല്ലേ നീ പറഞ്ഞത്? കുറച്ചുകൂടെ ഉറപ്പുള്ള തെളിവ് ഞാൻ തരാം, കാണിക്കാം. അത് ഞാൻ കാണിച്ചു തരാം, നീ കാണടാ. വൈദേഹി, നിങ്ങളുടെ കല്യാണത്തിന്റെ തെളിവ് വേണോ അത്രേ? കാണിച്ചു കൊടുക്കവന്. എന്തിനാ മോളെ ഇനിയും മടിച്ചു നിൽക്കുന്നേ? അന്ന് അറ്റാക്ക് വന്ന് ഞാൻ കോമയിലേക്ക് പോകുന്നതിന് മുമ്പ് ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞപ്പോ തന്നെ നീയും അതെല്ലാരോടും പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനൊരവസ്ഥ നമുക്കുണ്ടാവില്ലായിരുന്നു. നിന്റെ കല്യാണത്തിന്റെ തെളിവ് നിന്റെ കഴുത്തിൽ കിടക്കുന്ന താലി തന്നെയാ. കാണിച്ചു കൊടുക്കും മോളെ. ചേച്ചി കാണിച്ചു കൊടുക്ക. ചേച്ചി ഇത്രയും കാലം ചേച്ചി ചെയ്ത ത്യാഗമൊക്കെ മതി. എല്ലാരും കൂടി ചേർന്ന് ദേവേട്ടനോടൊപ്പം കല്യാണം നടത്താൻ വരെ തീരുമാനിച്ചല്ലേ. ഇനിയിപ്പോ നടന്ന കല്യാണത്തെ കുറിച്ച് പറഞ്ഞാലെന്താ? എന്തിനാ ചേച്ചി ഇപ്പോഴും മടിക്കുന്നേ? കാണിച്ചു കൊടുക്ക ചേച്ചി. കാണിച്ചു കൊടുക്കും മോളെ.
ഇത് വേദമന്ത്രങ്ങളുടെ സാക്ഷിയായിട്ട് നീ കെട്ടിയ താലി തന്നെയാടാ അത്. ഇവളാ നിന്റെ ഭാര്യ. എന്റെ മനസ്സ് എന്നോട് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും, ഒടുവിൽ നീ പോലും എന്നെ തള്ളി പറഞ്ഞിട്ടും എന്റെ മനസ്സ് നിന്റെ പുറകെ തന്നെ വന്നുകൊണ്ടിരുന്നത്. എന്നാലും നീ എന്തുകൊണ്ടാ ഇത്രയും നാളും എന്നോട് പറയാഞ്ഞേ? ഞാൻ കിടന്ന് പിടയുന്നത് കണ്ടിട്ടും നിനക്ക് എന്നോട് ഒരിക്കൽ പോലും അലിവ് തോന്നിയില്ലേ? ബെലേബേഷ് ബെലേബേഷ് ബെലേബേഷ്. എന്തൊരു സെന്റി സീനാണോ! അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും സീരിയലുകളിൽ കാണുന്ന പോലെ തന്നെ. ഊർമിളേ, അച്ഛൻ ആവേശപ്പെടാൻ വരട്ടെ. തെളിവായിട്ട് കാണിച്ച ഫോട്ടോയുടെ കാര്യത്തിൽ കള്ളത്തരം കാണിക്കാൻ പറ്റുമെങ്കിൽ കെട്ടിയ ഈ താലിയും സത്യമാണെന്ന് എന്താ ഗ്യാരണ്ടി? ദേവേട്ടൻ താലി കെട്ടിയത് എന്റെ കഴുത്തിലാ. ഇത് ഞാൻ പറഞ്ഞ പോരെ? നീ പറയുന്നത് സത്യമാണെന്നുള്ളതിന് എന്താ ഗ്യാരണ്ടി? മറ്റേത് കാര്യത്തിൽ വേണമെങ്കിലും ഒരു പെൺകുട്ടി ചിലപ്പോ കള്ളത്തരങ്ങൾ പറഞ്ഞു എന്നിരിക്കാം. പക്ഷെ ഈ ഒരു കാര്യത്തിൽ പറയില്ല. ഇത്രയും കാലവും സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്കിടയിൽ സത്യം പുറത്തു പറയാനാവാതെ മനസ്സിലൊളിപ്പിച്ച് ജീവിക്കായിരുന്നു. ഇപ്പോ എന്റെ ജീവിതം എനിക്ക് തിരിച്ചു കിട്ടുന്ന സമയത്ത് സത്യത്തെ വീണ്ടും മിഥ്യയാക്കാൻ വേണ്ടി ശ്രമിക്കരുത്. വൈദേഹി,
എന്ത് കാര്യത്തിനാ നീ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്? ഞാൻ വിശ്വസിച്ചാ പോരെ നിനക്ക്? നീ വിശ്വസിക്കുമെന്ന് എനിക്കും അറിയാം ദേവ. കാരണം നീ സ്നേഹിച്ചത് വൈദേഹിയാവുമ്പോ അതല്ലേ നീയും ഇഷ്ടപ്പെടും. എങ്ങനെയെങ്കിലും അവള് നിനക്ക് സ്വന്തമായി കിട്ടിയാ മതിയെന്നുള്ള കൊതിയായിട്ട് നടക്കുന്നവനല്ലേ നീ? പക്ഷേ നിനക്ക് രാജപദവിയിൽ തുടരണമെങ്കിലും ഈ ഹോമം ചെയ്യണമെന്നുമുണ്ടെങ്കിലും ഇവള് നീ താലി കെട്ടിയ ഭാര്യയാണെന്ന് തെളിയിക്കണം. അതിന് തക്ക തെളിവുകളും ഉണ്ടാവണം. എല്ലാവരും എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ. അച്ഛൻ മാത്രം എന്താ മൗനമായിട്ട് നിൽക്കുന്നു? സത്യം എന്താണെന്നുള്ളത് അച്ഛൻ പറയും. തട്ടവിട്ട് തലമറച്ചിരുന്നുകൊണ്ട് ഞങ്ങൾക്കാർക്കും സത്യം അറിയില്ലെന്ന് വെക്കാം. പക്ഷേ കതിർ മണ്ഡപത്തിൽ മകളെ കൊണ്ടുവന്നിരുത്തിയത് അച്ഛൻ തന്നെയാണല്ലോ. അപ്പൊ അച്ഛനതിൽ ഉറപ്പുണ്ടായിരിക്കുമല്ലോ. സുലേഖേ, മറയ്ക്കണം. സത്യത്തോടൊപ്പം നിന്റെ മൂത്ത മോളുടെ മുഖവും മറയ്ക്കണം. നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നേ? അവിടെ പൂജാരി പെണ്ണിനെ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞിട്ട് എത്ര നേരായിന്നറിയോ? സത്യം തന്നെ പറയണം കേട്ടോ. ശ്രേയാണോ മണ്ഡപത്തിലേക്ക് കൊണ്ടുവന്നത്, അതോ വൈദേഹിയാണോ കൊണ്ടുവന്നിരുത്തിയത്? അച്ഛനതിനെ കുറിച്ചൊന്നും അറിയില്ല. എന്തുകൊണ്ടാന്നോ ശ്രേയ ചേച്ചിക്ക് പകരം വൈദേഹി ചേച്ചിയെ കല്യാണ പന്തലിലേക്ക് പറഞ്ഞയച്ചത് എന്റെ അച്ഛമ്മയും അമ്മയും കൂടെയാണ്. ചേച്ചി തന്നെ സത്യം പറഞ്ഞല്ലോ. അപ്പൊ ചേച്ചി ജയിച്ച സത്യത്തിനൊന്നും വിലയില്ലല്ലോ. അതാ ഞാൻ സത്യം പറഞ്ഞേ. ശ്രേയ ചേച്ചി ഇന്നത്തെ പോലെ അന്നും സിനിമ ചാൻസ് കിട്ടുമോന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയതായിരുന്നു. സിനിമയിൽ ഒരു വലിയ ഹീറോയിൻ ആകുക എന്നുള്ളത് മാത്ര എന്റെ ജീവിതാഭിലാഷം. അത് നിറവേറണമെന്നുണ്ടെങ്കിൽ ചേച്ചി കല്യാണ പെണ്ണിന്റെ വേഷത്തിൽ ഇവിടെ ഇരിക്കണം. ഇപ്പൊ അച്ഛൻ എന്നോട് എന്തേലും ചോദിച്ച ഞാൻ എന്താന്ന് പറയണ്ട അച്ഛമ്മേ? അവൻ ചോദിച്ചു എന്നും പറഞ്ഞ് നീ സത്യം പറഞ്ഞ അതിനുശേഷം എന്റെ കൈകൊണ്ട് നിനക്ക് മരണം ഉറപ്പാ. ഇതൊക്കെ അച്ഛ അവിടെ നടന്നേ. സത്യം പറഞ്ഞാല് അച്ഛന് സഹിക്കില്ലെന്ന് പറഞ്ഞു. ശ്രേയ ചേച്ചിയുടെ ജീവിതം തകരുമെന്നും പറഞ്ഞ ചേച്ചി ആരോടൊന്നും പറയാത്തെ. എന്തിനാ ഇങ്ങനെ ഒരു കള്ളത്തരം കാണിച്ചത്? ക്ഷമിക്കണം രാമേട്ട, വേറെ വഴിയില്ലായിരുന്നു. മോളുടെ ജീവിതം തകർന്നു പോകുന്നുള്ള പേടിയായിരുന്നു രാമേട്ട. അതാ ഒന്നും മിണ്ടാതിരുന്നേ.
ഞങ്ങൾ എന്ത് ചെയ്യാനാടാ? അന്നത്തെ അവസ്ഥയിൽ ഇതേ വഴിയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായെന്ന് കരുതി ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് കളിക്കുക. ഒരു വാക്ക് എന്നോടന്ന് പറഞ്ഞിരുന്നെങ്കിൽ അപ്പൊ തന്നെ വർമ്മയുടെ കാലിൽ വീണ് ഞാൻ മാപ്പ് ചോദിക്കില്ലായിരുന്നോ? എല്ലാവരും ചേർന്ന് വേണ്ടാതീനം കാണിച്ച് എനിക്കൊരു മുഖമില്ലാതാക്കിയില്ലേ? മുഖമില്ലാതാകാൻ മാത്രം വലിയ തെറ്റ് രാമൻ ഇതുവരെ ചെയ്തിട്ടില്ല. പൊന്നു പോലത്തെ ഒരു മകളെയല്ലേ ഞങ്ങൾക്ക് മരുമകളായി തന്നത്. ഇപ്പോഴെങ്കിലും എല്ലാരും വിശ്വസിക്കുമല്ലോ വൈദേഹി എന്റെ മരുമകളാണെന്നുള്ളതിന്. ഇനി ഇതിലും കൂടുതൽ വലിയ തെളിവുകൾ വേണോ? ഇനി ആർക്കാ മോനെ തെളിവുകൾ വേണ്ടേ? വിശ്വസിക്കാൻ ഇഷ്ടമുള്ളവർ വിശ്വസിച്ചാ മതി. ഞാൻ അന്നൊരു വാക്ക് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ആദ്യ നോട്ടത്തിൽ നീയാണ് എന്റെ മരുമകളെന്ന് ഞാൻ വിചാരിച്ചു എന്ന്. ഇന്നത് സത്യമായിരിക്കുന്നു. മോളെ വൈദേഹി, ഇവിടുത്തെ മരുമകളാകാൻ നിനക്ക് യോഗ്യതയില്ലെന്ന് വരെ ഞാൻ പറഞ്ഞു. പക്ഷെ നീ പറഞ്ഞതാ സത്യം. എന്റെ മകന്റെ മനസ്സിൽ നിന്റെ സ്ഥാനത്തേക്കാൾ മറ്റൊരു യോഗ്യതയും ആവശ്യമില്ല. മോനെ ദേവ, നിനക്ക് സന്തോഷായില്ലേ? ഗുരുക്കളെ, മാല എടുത്തിട്ട് വരൂ. ആയിക്കോട്ടെ.